ഇവിടെ സൂര്യ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഒരു സൂപ്പർ പവർ ഉണ്ടാകും. ഇവന്റെ പേര് പോലെ തന്നെ ഇവന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഇനി ഹാപ്പി ആണെങ്കിൽ പോലും ഇവന്റെ ദേഹമാണെങ്കിൽ സൂര്യനെ പോലെ ചൂടാവുന്നുണ്ടാവും. ഇവൻ ഈ ചൂടിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവന് ചെറുപ്പം മുതൽ ആരുടെ കൂടിയും കളിക്കാൻ പറ്റുന്നില്ല. ഇവന് വാങ്ങിക്കൊടുക്കുന്ന ടോയ്സ് പോലും ഒറ്റ നിമിഷം കൊണ്ട് ഒരുക്കി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിൽ സദാസമയം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാകും. അത് മാത്രമല്ല ഇവൻ കുളിക്കുന്നത് പോലും അത് യൂസ് ചെയ്തായിരിക്കും. ഇവനെ കൊണ്ട് ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റുന്നില്ല. ഇൻ കേസ് ഇവന്റെ കൈ തൊട്ട് തന്നെ തണുപ്പുള്ള ഐസ്ക്രീം മുതൽ കൊക്കോള വരെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ പവർ കാണുന്ന നാട്ടുകാരാണെങ്കിൽ ഇവനെ മനുഷ്യനെ പോലെ കണക്കാക്കാതെ ഒരു ഏലിയനെ പോലെ നോക്കുന്നുണ്ടാവും. ഒരു ദിവസം വീട്ടിൽ അനിയത്തിയോടൊപ്പം കളിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും അങ്ങനെ തീ കത്താൻ തുടങ്ങും. പക്ഷേ ഇവന്റെ പേരൻസ് ഓടി വന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് തീ കെടുത്തും. ഇവന്റെ ഉപകാരമില്ലാത്ത പവർ കാരണം നാട്ടുകാർക്കും പ്രശ്നമായിരിക്കും, ഇപ്പൊ വീട്ടുകാർക്കും പ്രശ്നമായി മാറുകയാണ്. ഇവനെ കാണിക്കുന്ന ഡോക്ടർ എല്ലാം തന്നെ ഇവന് പ്രശ്നം കണ്ടെത്താൻ പറ്റാതെ ഇവന് കിട്ടുന്ന മരുന്നെല്ലാം എഴുതി കൊടുക്കുകയാണ്. ലാസ്റ്റ് ട്രൈ ആയിട്ട് ഇവന് മന്ത്രിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. പക്ഷെ അവിടെയും രക്ഷയുണ്ടാവില്ല. ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് വർഷങ്ങളും കടന്നു പോകുകയാണ്. ഇവനാണെങ്കിൽ കല്യാണ പ്രായം വരും. അങ്ങനെ പെണ്ണ് കാണാനും പോവുകയാണ്. ആ പെണ്ണിനെയാണെങ്കിൽ ഹീറോയ്ക്ക് വല്ലാതെ ഇഷ്ടമാവും. പക്ഷെ ഇവന്റെ പ്രോബ്ലം എല്ലാം പറയുന്ന സമയത്താണെങ്കിൽ ഇതുവരെ കണ്ട പെണ്ണെല്ലാം തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. സോ ഇവരോടും അവന്റെ പ്രോബ്ലത്തെ കുറിച്ച് പറയാണ്. പക്ഷെ ഇവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയാണ്. കാരണം ഇവൻ കാണാമെന്ന പെണ്ണിന്റെ പേര് സൂര്യൻ ആയിരിക്കും. അവൾക്കും ഈ സെയിം പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ അവസാനം ഇവനെ സെറ്റ് ആവുന്ന പെണ്ണിനെ കണ്ടെത്തുകയാണ്. അവൾ അടുത്തുള്ളവളാണെങ്കിൽ ഇവനെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾക്കും ഇതേപോലെ പവർ ഉണ്ടെങ്കിൽ എന്ത് കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് വെക്കുക.